നമസ്കാരം. 2023 നവംബർ 3-ാം തീയതി മുതൽ എഴുതി വെച്ചോളൂ. നവംബർ 3-ാം തീയതി മുതൽ സമയം മാറുന്ന, എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ഒരു നക്ഷത്രമുണ്ട്. ഈ നക്ഷത്രത്തിന് ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയിലേക്കാണ് ഇവർ എത്തുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് സങ്കടം അനുഭവിച്ചവരാണ്. ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പലരും ഇവരെ ചതിച്ചിട്ടുണ്ട്, പലരും ഇവരെ വഞ്ചിച്ചിട്ടുണ്ട്, ഒരുപാടെടുത്ത് നാണം കെട്ടിട്ടുണ്ട്. എന്നാൽ ഇനി നഷ്ടമായതൊക്കെ വളരെയധികം വേഗത്തിൽ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇവർ ആഗ്രഹിച്ച ജീവിതം ഇവർക്ക് കിട്ടാൻ പോകുകയാണ്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം അലയടിക്കുന്ന സമയം. ഇനി ആഗ്രഹിച്ച ധനം ഒക്കെ കിട്ടാനും, ഇഷ്ടവിവാഹങ്ങൾ നടക്കുവാനും, ഒരുപാട് സമൃദ്ധിയിൽ എത്താനും, വിദേശ രാജ്യത്ത് പോകാനും, ഒത്തിരി സൗഭാഗ്യങ്ങളോടുകൂടി രാജയോഗത്തോടുകൂടി കഴിയുവാനുമുള്ള യോഗം ഇവർക്കെത്തും. മറ്റാരുമല്ല, ആ നക്ഷത്രം അത്തം നക്ഷത്രം തന്നെയാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമാണ്. 2023 നവംബർ മാസം 3-ാം തീയതിയാണ് നാളെ കഴിയുമ്പോൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതം മാറുന്നതായി കാണുവാൻ സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതായി കാണുവാൻ സാധിക്കും. അത്തം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചന്ദ്രനാണ്. അത്തം നക്ഷത്രം പാദദോഷമുള്ള നാളായി കരുതപ്പെടുന്നു. അത്തത്തിൻ്റെ 1 മുതൽ 4 വരെ കാലുകളിൽ ജനിച്ചവർ യഥാക്രമം പിതാവ്, അമ്മാവൻ, താൻ, മാതാവ് എന്നിവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നും ജ്യോതിഷം പറയുന്നു. ഈ നാളുകളോടൊപ്പം ചില പ്രത്യേക ആഴ്ചകളും പക്കങ്ങളും ലഗ്നവും ചേർന്നുവെങ്കിൽ മാത്രമേ അതിന് കഴിയുന്ന പാദദോഷം അനുഭവപ്പെടുകയുള്ളൂ. ചതയം അത്തനക്ഷത്രത്തിൻ്റെ വേദനക്ഷത്രമാണ്. അത്തം നക്ഷത്രം ഊൺനാളായതുകൊണ്ട് എല്ലാ നല്ല കർമ്മങ്ങൾക്കും ഉത്തമമാണ്. അത്തം ഭാഗ്യവാനാണ്. അത്തം നക്ഷത്ര ജാതകരിൽ ജനിക്കുന്ന ആരായാലും ഭാഗ്യവാൻ തന്നെയാണ്. ഒരുപാട് കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ചവരാകാം. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് ഇവർക്ക് ഒരുപാട് നേട്ടങ്ങളും സംഭവിക്കുന്നു. ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അത്തം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ പല നല്ല കാര്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ്. അത്തം നക്ഷത്ര ജാതകർ പൊതുവെ ശാന്തശീലരും മാനസികമായി പക്വതയുള്ളവരും അടുക്കം ചിട്ടയോടുകൂടിയുള്ളവരും ലാളിത്യം ഇഷ്ടപ്പെടുന്നവരും നിഷ്കളങ്കരും ദീർഘായുസ്സുള്ളവരുമായിരിക്കും. ആരെയും ആകർഷിക്കാൻ കഴിവുള്ളവരും മനോഹരമായ മന്ദസ്മിതത്തോടു കൂടിയവരും ക്ഷമാശീലരുമായി കണ്ടുവരുന്നു. തൻ്റെ ആഗ്രഹങ്ങളെ മറച്ചുവെച്ച് പെരുമാറുന്നവരായിരിക്കും ഇവർ. സ്ത്രീത്വം മുന്നിട്ട് നിൽക്കുന്നതും ഒരുപാട് സ്നേഹമുള്ളവരും ഒത്തിരി അഭിപ്രായങ്ങൾ പറയുവാൻ കഴിവുള്ളവരുമാണ് അത്തം നക്ഷത്ര ജാതകർ. നല്ല വാക്സാമർഥ്യമുള്ള സ്വഭാവമായിരിക്കും ഇവരുടേത്. അധ്യാപകൻ, ശില്പി, പത്രപ്രവർത്തകൻ, ഭാഷാ പണ്ഡിതൻ, എഡിറ്റർ, എഞ്ചിനീയർ എന്നീ മേഖലകളിൽ വളരെ നന്നായി ശോഭിക്കാൻ ഇവർക്ക് കഴിയും. ചന്ദ്രൻ്റെ നക്ഷത്രവും ബുധൻ്റെ രാശിയുമായതുകൊണ്ട് വലിയ തത്വങ്ങൾ പറയുന്നതിൽ മിടുക്കരായിരിക്കും അത്തം നക്ഷത്ര ജാതകർ. എന്നാൽ ഇനി ഭാഗ്യമാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് വിവിധ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ വിമുഖതയുള്ളവരാണ്. അത്തം നക്ഷത്ര ജാതകരെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ഒരിക്കലും വെറുക്കാൻ ആർക്കും തോന്നാറില്ല. അത്രയേറെ സ്നേഹസമ്പന്നരാണ്. അത്രയ്ക്കും നല്ല സ്വഭാവക്കാരാണ്. ശരിയല്ലേ? ശരിയാണോ അത്തം നക്ഷത്ര ജാതകരെ പരിചയപ്പെട്ടവരെ? ശരിയാണ് എങ്കിൽ കമൻറ്റ് ബോക്സിൽ ശരി എന്നൊന്ന് കുറിച്ചേക്കുക. നിങ്ങളുടെ വീട്ടിലും കാണുമല്ലോ ഒരു അത്തം നക്ഷത്ര ജാതകർ. അവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. സഹനശക്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിയായ സാമർഥ്യമുള്ളവരാണ് അത്തം നക്ഷത്ര ജാതകർ. പൊതുജനങ്ങളുടെ ബഹുമാനം പിടിച്ചെടുക്കുന്നതിൽ വളരെ വേഗം കഴിവ് അവർക്കുണ്ട്. ആരെയും വഞ്ചിക്കണമെന്ന ചിന്ത ഇവർക്കുണ്ടായിരിക്കുകയില്ല. ബുധൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ചെറിയ പിഴവുകൾ പോലും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടി സംസാരിക്കുക എന്നത് ഇക്കൂട്ടരുടെ പ്രത്യേകതയാണ്. വലിയ ബഹളമുണ്ടാക്കാതെ തന്നെ സ്വന്തം കാര്യം സാധിച്ചെടുക്കുന്നതിൽ വിരുദ്ധരായിരിക്കും ഈ നക്ഷത്ര ജാതകർ. ഭാഗ്യം ഏറെ ഉള്ളവരാണ്.
നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കുന്നവരാണ്. ഇനി ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടമാണ് അത്തം നക്ഷത്ര ജാതകർക്ക്. ധാരാളം ധനം വന്നു ചേരും. അത്തം നക്ഷത്ര ജാതകർ മനസ്സറിഞ്ഞ് സഹായിച്ചാലും വിപരീത ഫലമായിരിക്കും ഉണ്ടാകുന്നത്. ആരെ ഇവർ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇവരെ തിരിച്ചു കൊത്തിയിട്ടുണ്ട്. ഇനി ഇവർക്ക് അഭിവൃദ്ധിയാണ്. ശനി വ്യാഴം അനുകൂലമായി നിൽക്കുന്നതിനാൽ ഭാഗ്യത്തിലേക്ക് ഇവർ കടക്കും. ഇനിയുള്ള നാളുകൾ ഇവർ വളരെയേറെ അനുകൂലമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. ഭാഗ്യമാണ്, നേട്ടമാണ്. ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു പോരായ്മയുണ്ട്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അതിൽ തന്നെ വിജയവും പരാജയവും ഒന്നിച്ചുണ്ടാകുന്നു എന്നത് ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു പോരായ്മയാണ്. തൻ്റെ കഴിവിനെക്കുറിച്ച് വളരെ അഭിമാനികളായിരിക്കും ഇവർ. വീടും പരിസരവും വൃത്തിയായും ശുചിത്വമായും സൂക്ഷിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ്. വിദ്യാഭ്യാസത്തിലൂടെയും സ്വന്തം അനുഭവങ്ങളിലൂടെയും വിജ്ഞാനം സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഔദ്യോഗിക മണ്ഡലവുമായി പൊരുത്തപ്പെടാൻ ഇവർ വളരെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. മാത്രമല്ല, സേവപിടിത്തം ഇവർക്ക് അന്യമാണ്. വളരെ കടുത്ത പ്രശ്നങ്ങൾക്ക് പോലും ലളിതമായ പരിഹാരം കണ്ടെത്തുന്നതിൽ വളരെയേറെ കഴിവുള്ളവരായിരിക്കും. പല രീതിയിലുള്ള പ്രാരാബ്ധങ്ങൾ വന്നുപെടുന്നതുകൊണ്ട് സാമ്പത്തികമായി വളരാൻ ഇവർക്ക് ചില സമയങ്ങളിൽ കഴിയാതെ വരുന്നു. എന്നാൽ ഇനി അത് മാറുകയാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ താല്പര്യമില്ലാത്തവരും കർക്കശ ബുദ്ധിക്കാരുമാണ് അത്തം നാളുകാർ. ശുക്രന് ബലമില്ലെങ്കിൽ വികാരത്തിന് അടിമപ്പെടുന്നവരും അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ളവരും ലഹരി പദാർത്ഥങ്ങൾക്ക് വശംവദരാകുന്നതും ആയിരിക്കും. ചീത്തപ്പേര് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവർക്ക്. അത്തം നക്ഷത്രം പൊതുവെ സ്ത്രീകൾക്ക് ഉത്തമമാണ് എന്ന് പറയുന്നു. പെണ്ണത്തം പൊന്നത്തം എന്ന ഒരു ചൊല്ല് നിലനിൽക്കുന്നുണ്ട്. നയനങ്ങളും ചെവികളും പ്രത്യേകതയുള്ളവരായിരിക്കും. സഹനശക്തിയുള്ളവരാണ്. ദാമ്പത്യ ജീവിതം സംതൃപ്തമായിരിക്കും. ചന്ദ്രദശയിൽ ആരംഭിക്കുന്ന ദശാകാലം ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ എന്നിങ്ങനെ കടന്നു പോകുന്നു. ഇനി ഇവർ ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ വഴിപാടുകളൊക്കെ നടത്തണം. ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും. ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ പോകും. വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് ഇവർക്ക് കഴിയുന്ന സമയമാണ്. ജീവിതം വഴിമാറുന്ന സമയമാണ്. ഒത്തിരി സൗഭാഗ്യങ്ങളിലേക്കും ഒത്തിരി നേട്ടങ്ങളിലേക്കും ഇവർ എത്തും. 2023-2024 കാലഘട്ടത്തിൽ ഇവർക്ക് ഞെട്ടിക്കുന്ന രീതിയിൽ ഉള്ള ഒരു മാറ്റം സംഭവിക്കും. ആ ഞെട്ടിക്കുന്ന രീതിയിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഇവരുടെ സാമ്പത്തിക അഭിവൃദ്ധി വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ്. സാമ്പത്തികമായി ഇവർ ഒരുപാട് നേട്ടങ്ങളിലേക്ക് പോകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇനി ഇവരുടെ സമയമാണ്, ഇവരുടെ ഉയർച്ചയുടെ സമയമാണ്. അത്തം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ സമയമാണ്. നോക്കിക്കോ, ഇവർ നല്ല രീതിയിൽ ഉയർച്ചയിലെത്തും, ഉറപ്പാണ്.